ഡയറക്ടർ ശിവയുടെ സംവിധാനത്തിൽ സൂര്യനായകനായി തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ. ഇപ്പോൾ കങ്കുവ തിയേറ്ററിലൂടെ റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. കങ്കുവ ചിത്രം കണ്ട് വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഫുഡ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഫാൻ ഷോയുടെ ടിക്കറ്റ് കിട്ടിയില്ല. ഓഫീസ് ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലത്തെ ഷോയോ ഉച്ചയ്ക്കത്തെ ഷോയോ 6 മണിക്കത്തെ ഷോ പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. സോ ഞാൻ സെക്കൻഡ് ഷോ ആണ് ചൂസ് ചെയ്തത്. രാവിലെ മുതൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഈ ചിത്രത്തിനെ കുറിച്ച് വന്നു. പോരാ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കമൻറ്റ് വായിച്ചിട്ട് ആ സിനിമേനെ ജഡ്ജ് ചെയ്യാറില്ല. ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ട് ഞാനായിട്ട് ബോധ്യപ്പെടണം. അതിപ്പോൾ മേ ബി ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ഞാനത് പോയി കണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാനൊരു കൺക്ലൂഷനിൽ എത്തത്തുള്ളൂ. ഏത് സിനിമയാണെങ്കിൽ കൂടി. ഇപ്പം ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ദേവരയാണ് എല്ലാവരും കളിയാക്കിയൊരു സിനിമ. ദേവര പോലും ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ OTT കണ്ടതിന് ശേഷമാണ് ഓക്കെ ഈ പടം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഞാൻ എത്തിയത് തന്നെ. അപ്പം അങ്ങനെ കങ്കുവ ഞാൻ കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്ടർ ശിവയുടെ മറ്റൊരു മലങ്കൾട്ട് അപരാധമാണ് കങ്കുവ എന്ന് പറയേണ്ടി വരും. കാരണം പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. അദ്ദേഹം എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സിരുത്തെ എന്ന് പറഞ്ഞൊരു സിനിമ റീമേക്ക് ചെയ്തതാണ്. തെലുങ്ക് സിനിമയിൽ നിന്ന് റീമേക്ക് ചെയ്ത് ഒരു ഡയറക്ടറാവുകയും അതിനുശേഷം വീരമെന്ന് പറയുന്നൊരു സിനിമ എടുത്ത് എല്ലാവരും കയ്യടി നേടുകയും ചെയ്ത ഒരു അടിപൊളി ഡയറക്ടർ തന്നെയാണ്. നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമകൾ, പുള്ളിക്ക് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇഷ്ടമല്ല. പുള്ളിക്ക് ജനരഞ്ജകം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ജനരഞ്ജകമായ സിനിമകൾ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹം ജനരഞ്ജകമായ സിനിമകൾ ചെയ്യുന്നതിൽ ഒരു അത്യാവശ്യം കഴിവുള്ള ഒരാളുമാണ്. അത് കഴിഞ്ഞിട്ട് വേതാളം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിനുശേഷം വിവേകം എന്ന് പറഞ്ഞൊരു ക്രൂര സാധനം ചെയ്തിരുന്നു. അതും തിയേറ്ററിൽ പോയി കണ്ട ഒരു കഥാപാത്രനാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹം വിശ്വാസം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് അജിത്തിൻ്റെ ആ ഒരു ജേർണി, 4 പടത്തിൻ്റെ ഒരു ജേർണി അവസാനിപ്പിച്ച് കൊള്ളാം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് പോയി. അതിനുശേഷം നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ എടുത്ത് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് അണ്ണാത്തെ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് പറഞ്ഞു വിട്ടു. ഇപ്പം സൂര്യനെ എടുത്ത് നശിപ്പിച്ച് ഒരു മൂലയ്ക്കാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനാണ്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്നവർക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാനൊരു വിജയ് ഫാനാണെന്നുള്ളത്. ആസ് എ വിജയ് ഫാൻ ആണെങ്കിൽ കൂടി സൂര്യ, അജിത്ത് ഇവരൊക്കെ എന്ന് പറയുന്നത് ഒരു ചെറുപ്പകാലം മനോഹരമാക്കിയ, എൻ്റെയൊക്കെ ചെറുപ്പകാലം മനോഹരമാക്കിയ എണ്ണം പറഞ്ഞ നടന്മാരിൽ കുറച്ച് ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരുടെയൊക്കെ സിനിമകൾ ഹിറ്റാകുക അല്ലെങ്കിൽ ക്രൗഡ് പുള്ളിങ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതെങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്. കാരണം അത് എത്രത്തോളം ഞങ്ങൾ ഫാൻ ഫൈറ്റ് നടത്തിയാലും ഒരാൾക്ക് നല്ലത് വന്നാൽ അത് സന്തോഷമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ അങ്ങനെ മാറ്റി ആരും കാണാറില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചൊരു സിനിമയായിരുന്നു കങ്കുവ. സാധാരണ ഞാൻ അങ്ങനെ വേറെ ആരുടെയും പടം ഇത്ര നേരത്തെ ബുക്ക് ചെയ്യാറില്ല. പക്ഷെ കങ്കുവ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡ് തന്നെ ഞാൻ എടുത്തൊരു പടമാണ്. കാരണം അത്രയും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ശിവ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിലല്ല, 2.5 വർഷമായിട്ട് തിയേറ്ററിലേക്ക് തൻ്റെ സിനിമകൾ വരാത്ത ഒരു നടൻ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ വളരെ മികച്ച സ്ക്രിപ്റ്റും മികച്ച പെർഫോമൻസും മികച്ച രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ മുമ്പിലേക്ക് വെക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ പറയാം. സൂര്യ അടക്കം ഇതിനകത്ത് ഉത്തരവാദികളാണ് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തതിൽ. എന്ത് കഥയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശിവയുടെ അയാളുടെ ഏറ്റവും വലിയൊരു പവർഫുൾ ഫോർമുല എന്ന് പറയുന്ന പാസം. ആദ്യത്തെ സിനിമ സിരുത്തെ മുതൽ ഇവിടം വരെ ആലോചിച്ച് നോക്കിയാൽ എല്ലാ പടത്തിലും പാസം മാത്രമേ ഉള്ളൂ. ഈ പടത്തിൽ ഇച്ചിരി അൾട്രാ പ്രോ മാക്സ് പാസമാണ് കാണിക്കുന്നത്. അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ
എന്ത് ചിന്തയിലാണ് അത് ചിന്തിച്ചെടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുതിയ സൂര്യ, പഴയ സൂര്യ, കങ്കുവ സൂര്യ, ഫ്രാൻസിസ് സൂര്യ. ഫ്രാൻസിസ് സൂര്യയുടെ ആവശ്യം എന്തായിരുന്നു ഉള്ളായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. ദിശ പട്ടാണിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. യോഗി ബാബു, റെഡൽസ്ക്ലി, ഇവർക്ക് ആവശ്യം എന്തായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. പുതിയ കാലത്തിലെ സൂര്യ ആകെ കാണിക്കുന്ന എനിക്ക് തോന്നുന്നൊരു മൊത്തം കൂടി ഒരു അരമണിക്കൂർ കാണും. പുതിയ കാലഘട്ടം കാണിക്കേണ്ട ആവശ്യം എന്നായിരുന്നു? അത് കൊണ്ട് കണക്ട് ചെയ്ത വിധം എന്തുമായിരുന്നു? എന്ത് ലോജിക്കലാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഹുക്കിംഗ് ഫാക്ടർ ഉണ്ടോ? ഏഴാം മറവ് എന്ന് പറയുന്നൊരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ അകത്ത് ഈ പാസ്റ്റും അതുപോലെ തന്നെ പ്രസന്റുമായിട്ടുള്ള ഒരു കാര്യമൊക്കെ കാണിച്ച് അതുമായിട്ടൊരു ഇന്റർ കണക്ഷൻ ഒക്കെ വരുത്തി DNA ഇതാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ അകത്തൊരു ബേസ് കാര്യം ഉണ്ടായിരുന്നു. നാട് നശിക്കാൻ പോകുന്നു, അതിനെതിരെ പോരാടുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഇവിടെ അതെന്ത് ഫാക്ടറാണോ ഇവിടെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. പാസമാണോ? എനിക്ക് അവിടെ പഴയ കാലഘട്ടത്തിൽ എന്ത് കഥയാണ് പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല. പുതിയ കാലഘട്ടത്തിൽ എന്ത് കഥയാണ് പറഞ്ഞേ? അതൊന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു വെച്ചു. അയ്യോ. ബോബി ഡിയോൾ എന്തിനു വന്നു? എന്തിന്? ഒരു ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു സീന് ഡയറക്ടറിന് പറഞ്ഞു കൊടുത്തൂടെ? ഇവിടെ കുറച്ചെങ്കിലും വാ തുറക്കണം, കുറച്ച് വാ തുറന്ന് അതിനകത്ത് കൊടുക്കണം. കാരണം അതൊരു അലറുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഇച്ചിരി ഒച്ചയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കത്തില്ലേ? ഡബിങ് ആള് പൊളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തു. ബോബി ഡിയോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുക. സൂര്യ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇത്ര ഓവർ ആക്ടിങ് ചെയ്യുന്നതെന്ന് ഞാൻ പലതവണ ചിന്തിച്ചു. പുള്ളിയല്ല ഞാൻ തിയേറ്ററിൽ കാണാൻ ഞാൻ പോയത്. ഈ പുള്ളിയല്ല. ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ, ശിവ നിങ്ങൾക്ക് തല ഇല്ലാത്തതാണോ അതോ? ஒரு 5-6 ஸ்கிரிப்ட் இருக்குது சார். கங்குவா மாதிரி அவுட் ஆஃப் த பாக்ஸா ப்ளஸ் வந்து ஒரு வேறு ஜானரில் ரொம்ப இன்ட்ரெஸ்டிங்கான பேக்ட்ராப்பில் எனக்கு ஒரு 5-6 ஸ்கிரிப்ட் வச்சிருக்கேன் சார். அது ഗോഡ് വില്ലിംഗ് ഗോഡ് സ്പീഡ് ഒவ்வொன்றா അടുത്തടുത്ത് பண்ண ആശപ്പെടും സാർ. കാരണം നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? തങ്കര എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയത്. അതിൻ്റെ അകത്ത് പാർവതി തിരുവോത്ത് പോലുള്ള ആൾക്കാർ, അത്രയും പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ മാറുമറച്ചിട്ട് പോലും ഇല്ലാത്തൊരു ടൈം പീരീഡ് ആയിരുന്നു അതിൻ്റെ അകത്തും. എന്നാൽ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് മാറുമറയ്ക്കുന്ന സീനുകൾ കാണിക്കുകയും പിന്നീട് അവർക്കൊരു ബ്ലൗസ് കൊടുക്കുന്ന സീൻ അടക്കം വെച്ച് അങ്ങനെയാണ് അവരൊരു മുമ്പോട്ട് വന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ പല ഫാഷനുള്ള ഡ്രസ്സുകളാണ് പെണ്ണുങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആണെങ്കിൽ പിന്നെ ആകെ ക്യാമറ കൊണ്ട് വെച്ചത് സൂര്യയുടെ മുഖത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആ നാട്ടിലൊരു മനുഷ്യനുമില്ല. ബാക്കിയുള്ള ആ അച്ഛനും അച്ഛൻ്റെ കൂട്ടത്തിലുള്ള കൈ പോയ ടീം, ആ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ഇഷ്ടംപോലെ സിനിമയിലുള്ള ആളാണ്. പുള്ളി മാത്രം ഫോക്കസ് കൊണ്ടുവച്ചിട്ടുള്ളൂ. ബാക്കി ഒരു മനുഷ്യൻ്റെയും അടുത്ത് എന്താണ് ഡ്രസ്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പോയി. പുതിയ മോഡൽ ഡ്രസ്സുകളാണ്. അതിൻ്റെ അകത്തൊരു സീനുണ്ട്, അത് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ഒരു ബോബി ഡിയോളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം കാണിക്കുന്ന ഒരു സീനിൽ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ടോപ്പാണ് ഇട്ടേക്കുന്നത്. എന്ത് അപ്പോക്യാലിപ്റ്റോ, 302, അതുപോലെ തന്നെ ആപ്പിൾ TV-യിൽ വന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു, സീ എന്ന് പറയുന്നത്. നമ്മുടെ അക്വാമാനായിട്ട് അഭിനയിച്ച പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് ബാബ ബോസ് ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അതേ കോസ്റ്റ്യൂം, അതിൻ്റെ അകത്ത് അതേ ഗെറ്റപ്പ്, അതിൻ്റെ അകത്ത് അതേ ഒരു രീതികളും എല്ലാം അതേപടി കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാന്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് സീനുകൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ സീനുകൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ മോശം, VFX മോശം, പെർഫോമൻസ് മോശം, കളർ ഗ്രേഡിങ് മോശം, ഓവറോൾ പടത്തിൻ്റെ ഒരു ഫ്ലോയും ഇല്ലാത്ത എന്താണ് അവർ പറയാൻ വന്ന അവർക്കൊരു അർത്ഥമില്ല, അവർക്കൊരു കഥയേ ഇല്ല, സ്ക്രിപ്റ്റേ ഇല്ല, ഒന്നുമില്ലാത്തൊരു പൊട്ടപ്പടമാണ് ഇത്. ഏതെങ്കിലും ഒരു സീൻ നല്ല മെനക്ക്, ഒരു ഷോട്ടെങ്കിലും മെനക്ക് അതിൻ്റെ അത് വെച്ചിട്ടുണ്ടോ? എപ്പോഴും ഇട്ട് അനക്കോട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തന്നെ വേദന എടുക്കാൻ തുടങ്ങി. ഇത് എന്തായാലും ഇത് സ്ക്രീനിൽ ഇത് അനക്കാതെ വെക്കുന്ന ഒരു സെറ്റ് ഒരു സ്ഥിതിയേ ഇല്ല. ഇങ്ങനെ അനക്കുക. ദിശ പട്ടാനെ എന്തിനാണ് കൊണ്ടുവന്നത്? ഞാനത് പലതവണ ആലോചിച്ചു. പുള്ളിക്കാരത്തിൻ്റെ ബോഡി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ആകെ പുള്ളിക്കാരത്തിക്ക് ഒരു ഫ്രെയിം അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ ബോഡി കാണിക്കാനാണ്, അല്ലാതെ ഒരു ക്ലോസപ്പ് ഷോട്ട് പോലും നല്ല രീതി വെച്ചിട്ടില്ല. എന്തിനാണ് കൊണ്ടുവന്നവരൊക്കെ? ബോബി ഡോളും അതെ,
ഒന്നോ രണ്ടോ സീനുണ്ട് കുറച്ചൊന്ന് ഷോട്ട് അടുത്ത് വെക്കുന്നത്, ബാക്കി എല്ലാം ദൂരെ. കാരണം പുള്ളി ലിപ്പന അനക്കിയാൽ പോയില്ല, കയ്യിൽ നിന്ന് പോയി മൊത്തം കാര്യം. എല്ലാ സിനിമകളും ഹിറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ എല്ലാ സിനിമകളും ഭയങ്കര സംഭവമാണോന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഫ്ലോപ്പ് ആവുന്ന സിനിമകളുണ്ട്, ഹിറ്റ് ആവുന്ന സിനിമകളുണ്ട്. പക്ഷെ എന്നാലും ആ ഫ്ലോപ്പ് ആവുന്ന സിനിമകളിൽ പോലും നായകൻ അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്യുകയും ആ നായകൻ്റെ പെർഫോമൻസിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും സാധാരണ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇവിടെ സൂര്യയെ കൊണ്ട് അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാന്നുള്ള കാര്യം നമുക്ക് നല്ലതായിട്ട് അറിയാം. കാരണം ഡയറക്ടറാണ് അതിൻ്റെ ലാസ്റ്റ് കോൾ എന്ന് പറയുന്നത്. ബട്ട് സൂര്യയും കൂടി കുറച്ച് വിചാരിക്കണമായിരുന്നു എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ സജഷൻസ്, ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് ഓവറാണ്. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയ ഈ വർഷത്തെ ഇറങ്ങിയ തമിഴ് സിനിമയിലെ ഏറ്റവും മോശം ചിത്രം എന്ന് ഞാൻ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കങ്കുവ എന്ന് പറഞ്ഞ സിനിമ. ഒന്നുമില്ല പടത്തിൽ. 3D അവർ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 3Dയിൽ കൊള്ളാം എന്നൊക്കെ ഒരു തോന്നും. അത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്തവും ഇല്ലാത്തൊരു പടം. ലാസ്റ്റ് 2-ലേക്കുള്ളൊരു ലീഡും ഒക്കെ അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ആരായിരിക്കും ക്യാമിയോ വന്നതെന്ന്. അപ്പോൾ ആ മറ്റൊരു യൂണിവേഴ്സിൻ്റെ പേര് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വളരെ നിരാശപ്പെട്ടു. ഇനി സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമില്ല, ഒരു സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈവൻ പാട്ടടക്കം എനിക്ക് തലവനെ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു റിലീസിന് മുമ്പ്. പക്ഷെ തിയേറ്ററിൽ ഡിസപ്പോയിൻറ്റഡ്. സോ താല്പര്യമുണ്ട് നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ ഓൺ റിസ്കിൽ. ഞാൻ പറയുകയല്ല. ഓക്കെ, any creator, any director in Indian film industry வாயை பொளந்து பார்க்க போறாங்க.